സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ പ്രഭാവതിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് തന്നെ പറയുന്നുണ്ട്. ഇതിനു മുമ്പൊക്കെ പ്രഭാവതി എന്തെങ്കിലും പറയുമ്പം ദേവികയ്ക്ക് പ്രഭാവതിയെ നല്ല ഭയം ഉണ്ടായിരുന്നു. പക്ഷേ പ്രഭാവതിയോട് ദേവിക സത്യങ്ങൾ വെട്ടി തുറന്ന് തന്നെ പറയുന്നുണ്ട്. പണ്ട് അമ്മയെ പേടിച്ചുകൊണ്ടിരുന്ന ദേവികയല്ല ഞാനിപ്പോൾ. എനിക്കിപ്പോൾ അമ്മയെ അങ്ങനെ പേടിയൊന്നുമില്ല. എന്തായാലും എനിക്ക് ഫയൽ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നതല്ല. അങ്ങനെ പ്രഭാവതിയുടെ അഹങ്കാരത്തിൻ്റെ പത്തി അടിച്ചു ദേവിക ഓടിക്കുന്ന ആ ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും DYSPനോട് വിളിച്ചിട്ട് ദേവിക പറയുന്നുണ്ട് എൻ്റെ റൂമിൽ നിന്നും ഒരു ഫയൽ നഷ്ടപ്പെട്ടു എന്ന്. അന്നേരം അയാൾ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലുള്ളവരെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരില്ലേ മേഡം എന്ന് വയ്ക്കുമ്പം പിന്നെ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്യണം, അതിനെന്താ പ്രശ്നം? ഇനി ഋഷിയുടെ കേസ് ഉഴപ്പിയതുപോലെ ഇതും ഉഴപ്പാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുമ്പം അയാൾ ചോദിക്കുന്നുണ്ട് എന്താ എന്നെ ഭീഷണിപ്പെടുത്തണമെന്ന് ചോദിക്കുമ്പം ഇത് ഭീഷണിയൊന്നുമല്ല, ഞാനുള്ള കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഞാനിത് കംപ്ലയിൻറ്റ് ചെയ്യും, DGPയോടും അതുപോലെ CMനോടൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യും. പിന്നെ അറിയാലോ നിങ്ങൾക്കിടെ തലയിൽ തൊപ്പി ഉണ്ടാവില്ല എന്ന്. അത് കേട്ടതും ഈ പോലീസുകാരനാണെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്തായാലും ഈ ഫയൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇയാളുടെ കയ്യിൽ തന്നെയാണ്. അത് ഇസബല്ലയും ഇയാളും കൂടെ ചേർന്ന നന്ദനയും കൊണ്ട് ഇടിപ്പിച്ചേക്കണേന്നുള്ള കാര്യമൊന്നും നമ്മളുടെ ദേവികയ്ക്കാണെങ്കിൽ അറിയാമില്ല. അങ്ങനെ ദേവിക ഫോൺ വെച്ചതും ഇയാൾ ഇസബല്ലയെ വിളിക്കുന്നുണ്ട്. ഇസബല്ല ഫോൺ എടുത്തത് എന്താ പാപ്പാന്ന് ചോദിക്കുമ്പം അത് മോളെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണ് പാപ്പാന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, ദേവിക എനിക്കൊരു കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട്. കംപ്ലയിൻറ്റോ? എന്ത് കംപ്ലയിൻറ്റാണ് പാപ്പ? ആർക്കെതിരെയാന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, നന്ദൻ നമുക്ക് തന്ന ആ ഫയലിൻ്റെ പേരിലാണ് കംപ്ലയിൻറ്റ് തന്നേക്കണേ. എന്തെന്നും പറഞ്ഞാന്ന് ചോദിക്കുമ്പം ഫയൽ കാണാനില്ല, വീട്ടിൽ നിന്നാണ് കാണാണ്ട് പോയാൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം ദേവികയ്ക്ക് അതൊന്നും പ്രശ്നമല്ല. എന്തായാലും നന്ദന ഫയൽ മാറ്റിയേക്കണേന്നുള്ള കാര്യം ദേവിക ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും പാപ്പാന്ന് ചോദിക്കുമ്പം അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം. ദേവിക ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ അവളെ എങ്ങനെയെങ്കിലും പൂട്ടണം. അന്നേരം ഇസബല്ല പറയുന്നുണ്ട് അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ, ഞാൻ ആദ്യം ഒന്ന് നന്ദനെ വിളിക്കാമെന്നും പറഞ്ഞ് വേഗം തന്നെ ഇസബല്ല ഫോണെടുത്ത് നന്ദനെ വിളിക്കുന്നുണ്ട്. നന്ദ ഫോൺ എടുത്തതും എന്താ ബെല്ലാന്ന് ചോദിക്കുമ്പം നന്ദ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പം ദേവിക പാപ്പനെ വിളിച്ചിരുന്നു, പാപ്പനോട് ഒരു കാര്യം ദേവിക ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. എന്ത് കാര്യം ദേവി ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുമ്പം ആ ഫയൽ എത്രയും പെട്ടെന്ന് കണ്ടെടുത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കണേ. അത് നന്ദനാണെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ദേവിക സംസാരിച്ചേക്കണേ. വീട്ടിൽ നിന്നുള്ളവരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പം ദേവിക പറഞ്ഞത് പിന്നെ ഒരു ക്രൈം നടന്നാൽ എല്ലാവരെയും ചോദ്യം ചെയ്യണം, അതിന് വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് പാപ്പനോട് പറഞ്ഞത്. എന്തായാലും പാപ്പൻ അന്വേഷണമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ പാപ്പൻ്റെ ജോലി കളയിക്കുമെന്നുള്ള ഭീഷണിയും ഉണ്ടെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഈ ദേവി ഇതെന്ത് ഭാവിച്ചാൽ ഇതിപ്പോൾ ആകെ പ്രശ്നമായല്ലോ, ഇനിയിപ്പോൾ ആ ഫയലിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട് എന്തായാലും നീ ആ ഫയൽ എടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ച് തന്നെ നിന്നോളണം, ഒരിക്കലും നീ നിൻ്റെ അഭിപ്രായം മാറ്റി പറയരുത്. അതുമാത്രമല്ല നീ പ്രഭയാൻ്റിയോട് പറഞ്ഞത് മണ്ടത്തരമായിപ്പോയി, ഒരിക്കലും നീ അത് പ്രഭയാൻ്റിയോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട് അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല ബെല്ല, യാദൃശ്ചികമായിട്ട് എൻ്റെ വായിൽ നിന്നും അത് വീണ് പോയതാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ദേവി, അത് ഇത്രയും പ്രശ്നമാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പം ബെല്ല പറയുന്നുണ്ട് അത് ഭയങ്കര പ്രശ്നമുള്ളൊരു ഫയലാണ്. CM നേരിട്ട് ദേവികയുടെ കൊടുത്തതായതുകൊണ്ട് തന്നെ അത് CM ആവശ്യപ്പെടുന്ന സമയത്ത് ദേവിക കൊടുക്കണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അതുമാത്രമല്ല അതുകൊണ്ട് ദേവികയുടെ MLA സ്ഥാനം വരെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ഫയൽ കാണാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം ചെറുതൊന്നും അല്ല. അന്നേരം നന്ദൻ പറയുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ബെല്ല എന്നോട് ആ ഫയൽ എടുത്തു തരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് നമ്മളുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടല്ലേ നന്ദ, ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും, അതുകൊണ്ടാണ് ഞാൻ ആ ഫയൽ വേണമെന്ന് പറഞ്ഞത്. എന്തായാലും സംഭവിച്ചു. ഇനി നന്ദൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ദേവികയോട് പറയാൻ നിൽക്കരുതെന്ന്. ഇതേസമയം നമ്മളുടെ ശാരികയാണെങ്കിൽ ഈ കെവിനെ വിളിക്കുന്നുണ്ട്. കെവിൻ ഫോൺ എടുത്തതും എന്താ ശാരി എന്ന് ചോദിക്കുമ്പോൾ അല്ല ഏട്ടൻ ഇതെവിടെയാണ്, ഏട്ടൻ ഭയങ്കര തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ തിരക്കൊന്നുമില്ല, ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താന്ന് പറഞ്ഞു. അന്നേരം ശാരിക ചോദിക്കുന്നുണ്ട് ഏത് ഫ്രണ്ടാ ഈ രാത്രിയിലും പോയിരിക്കാൻ പറ്റിയെന്ന് ചോദിക്കുമ്പം എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ചതാണ്, ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, എന്ത് കാര്യത്തിനും ഞങ്ങളെപ്പോഴും ഒപ്പം തന്നെ ഉണ്ടാവുമെന്ന്. അന്നേരം ശാരിക പറയുന്നുണ്ട് അതൊക്കെ ആയിക്കോട്ടെ, ഇനി എന്നാൽ നമുക്ക് തമ്മിലൊന്ന് കാണാൻ പറ്റണമെന്ന് ചോദിക്കണം. ഇതേസമയം നമ്മളുടെ മാധവൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ മാധവനാണെങ്കിൽ ഈ ശാരിക പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണമുണ്ട്. ശാരിക ഫോൺ വെച്ച് തിരിഞ്ഞതും മാധവൻ്റെ നേരെയാണ് നോക്കണേ. അപ്പോൾ മാധവൻ ചോദിക്കുന്നുണ്ട് മോൾ ആരോട് എത്ര നേരം സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് എന്താ അച്ഛൻ ഞാൻ സംസാരിക്കണം നോക്കി നിൽക്കുമായിരുന്നു എന്ന് ചോദിക്കണം. അന്നേരം മാധവൻ പറയുന്നുണ്ട് ഇല്ല മോളെ, ഞാൻ ഇങ്ങോട്ട് യാദൃച്ഛികമായി വന്നപ്പോൾ കേട്ടതാണ്
എന്തായാലും മോള് സംസാരിച്ചത് വെറും ഒരു ഫ്രണ്ടിനോടല്ലാന്ന് എനിക്ക് മനസ്സിലായി. അച്ഛനും മോളുടെ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ ഇത്രയും പ്രായമായത്. എന്തായാലും മോളിപ്പോൾ സംസാരിച്ചത് മോളുടെ ആ കാമുകനോട് തന്നെയാണ്. അന്നേരം ഈ ശാരിക പറയുന്നുണ്ട്, അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമല്ല അച്ഛാ, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ എന്തിനാ അച്ഛനെ ഇടപെടണേന്ന്. അന്നേരം ഈ മാധവൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ, ഇതിനു മുമ്പ് നിൻ്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നീ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ഞാൻ സ്വയം മാറിയതൊന്നുമല്ല, നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ മാറ്റിയതാ, നിങ്ങളുടെയൊക്കെ പെരുമാറ്റത്തിൻ്റെ ഞാനിപ്പോൾ ഇങ്ങനെ മാറിപ്പോയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയാണെങ്കിൽ ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ ഫോണും കൈപ്പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ ദേവികയോട് എന്ത് പറയണമെന്ന് അറിയില്ല. അങ്ങനെ പ്രഭാവതി മോളേന്ന് വിളിച്ച് ചെല്ലുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, ഏത് മോള്, എവിടുത്തെ മോള്, അങ്ങനെ ഒരു മോളാന്നുള്ള വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയും മോനും കൂടി ചേർന്ന് എന്നോട് ഈ ദ്രോഹം ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അത് മോളെ, എനിക്കൊരു കാര്യം മോളോട് പറയാനുണ്ട്, മോളത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് മോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കുമോ എന്ന് പറയുമ്പം, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യവും കേൾക്കണ്ട, ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അമ്മയും മോനും എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോയെന്ന്. അന്ന് നിങ്ങളൊന്നും പറഞ്ഞില്ല, ഒന്നും മറയ്ക്കണില്ല എന്നാണ് പറഞ്ഞത്, എന്നിട്ടിപ്പോൾ എന്നോട് എന്ത് പറയാനാന്ന് ചോദിക്കുമ്പം ഈ പ്രഭാവതി പറയുന്നുണ്ട്, ആ ഫയലിൻ്റെ കാര്യം പറഞ്ഞ് മോള് പ്രശ്നം ഉണ്ടാക്കരുത്, അത് നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തെ ബാധിക്കുമെന്ന് പറയുമ്പം, അപ്പോൾ അമ്മയ്ക്ക് എന്താ കുടുംബത്തിൻ്റെ സമാധാനം മാത്രം മതിയോ, എൻ്റെ സമാധാനത്തിന് ഒരു വിലയില്ലേ, എത്ര ദിവസമായി ഞാൻ സമാധാനം ഇല്ലാണ്ട് നടക്കണു, ആ ഒരു ഫയൽ കിട്ടിയാലേ എനിക്ക് സമാധാനമാവുള്ളൂ, അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് നന്ദുവിനോട് ആ ഫയൽ എനിക്ക് തിരിച്ചു തരാൻ പറയണം. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, മോൾ എന്തൊക്കെയായി പറയണേ, നന്ദു പറഞ്ഞില്ലേ ആ ഫയൽ അവൻ എടുത്തിട്ടില്ല എന്ന്, എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയണേ, ഞാൻ കേട്ടതല്ലേ നന്ദനും അമ്മയും സംസാരിക്കണത്, ആ ഫയല് നന്ദു എടുത്തതെന്നുള്ള കാര്യം അമ്മ എന്നോട് പറയരുതെന്ന് നന്ദു പറയണത് ഞാൻ കേട്ടതാണ്, പിന്നെയും എന്തിനാ അമ്മ ഇങ്ങനെ നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയണേ, അമ്മ സത്യം പറ, ആ ഫയൽ അമ്മ ആർക്കാ കൊടുത്തതെന്ന്. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ നീ എന്തൊക്കെയായി പറയണേ, ഞാൻ ആ ഫയൽ കണ്ടിട്ട് കൂടിയില്ല എന്ന് പറയുമ്പം, ഇല്ല അമ്മയും കണ്ടിട്ടില്ല മകനും കണ്ടിട്ടില്ല, എന്തായാലും പോലീസ് വരട്ടെ, പോലീസ് വന്നു കഴിയുമ്പോൾ സത്യങ്ങളെല്ലാം പുറത്തു വരുമല്ലോ എന്ന്. ഇതേസമയം നമ്മളുടെ ഗിരീഷിനെ വിളിച്ച് സിദ്ധാർത്ഥൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടതും ഗിരീഷിനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ഈ സമയത്ത് രജനി വരുമ്പോൾ, എന്താ ഗിരി അച്ഛൻ വിളിച്ചത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ, അത് വേറെ ഒന്നുമല്ല, നീ എത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ദേവികയാണ് അഴിമതിയൊക്കെ നടത്തണേന്നല്ലേ, ഇപ്പോൾ സത്യങ്ങളൊക്കെ പുറത്തു വന്നു, ആ ഒരു ഫയൽ കാണാത്തതിൻ്റെ പിന്നിൽ നന്ദന പ്രഭാവതി മേഡത്തിൻ്റെ സപ്പോർട്ടും ഉണ്ടെന്ന്. അത് കേട്ടതും രജനി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഗിരി ഈ പറയണേ, ഫയൽ നന്ദന എടുത്ത് മാറ്റിയെന്നോ, പിന്നെ അല്ലാതെ ദേവികയുടെ റൂമിൽ നിന്ന് ആ ഫയൽ എടുത്ത് മാറ്റിയത് നന്ദന, അതിന് നിൻ്റെ അമ്മയുടെ സപ്പോർട്ടും ഉണ്ടെന്ന്. അത് കേട്ടതും രജനിയാണ് ഈ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, ഗിരി ദേവികയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മേനെയും നന്ദനെയും കുറ്റക്കാരാക്കണ്ടെന്ന്. അന്നേരം ഗിരി പറയുന്നുണ്ട്, അതിന് ഞാനല്ല പറഞ്ഞത്, ഇതെന്നോട് വിളിച്ചു പറഞ്ഞത് നിൻ്റെ അച്ഛൻ തന്നെയാണ്, അന്ന് ആ പ്ലാന്റിന് അഴിമതി കൊടുപ്പിച്ചതും നന്ദനും പ്രഭാവതി മേഡവും കൂടിയും എന്തോ പറഞ്ഞ് ദേവികയെ ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെയാണ്, ഇപ്പോൾ ഫയൽ കാണാത്തതും ഇവർ രണ്ടുപേരും ചേർന്ന് എന്തോ ഒപ്പിച്ചേക്കണത്, ഇനിയിപ്പോൾ അവർ ആ ഫയൽ ആർക്കെങ്കിലും കൊടുത്തോന്നും അറിയില്ല, കാരണം കോടികളുടെ അഴിമതി നടക്കാൻ പറ്റിയൊരു ഫയലാണ് അതെന്ന്. അത് കേട്ടതും രജനി പറയുന്നുണ്ട്, അമ്മയും നന്ദനും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, ഇതുവരെ നമുക്കറിയാവുന്ന പ്രഭാവതി മേഡവും നന്ദനും അങ്ങനെ ചെയ്യില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ പുതിയ മനുഷ്യരാണ്, അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്, അത് ദേവിക MLA ആയതിനു ശേഷം ആ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. ഇപ്പോഴാണെങ്കിൽ നന്ദന കെവിനും ഇസബെല്ലയും ചേർന്ന് പൊതിഞ്ഞ് നിർത്തിയേക്കുക, അതത്ര നല്ലതിനാണെന്നൊന്നും എനിക്ക് തോന്നണില്ല. അന്നേരം രജനി പറയുന്നുണ്ട്, അവർ കോളേജ് കാലം തൊട്ടേ സുഹൃത്തുക്കളാണ്, അങ്ങനെ അവരെയും കൊണ്ട് പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. എന്തായാലും ഇതിൻ്റെ പേരിൽ ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സിദ്ധാർത്ഥൻ സാർ ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നും പറയാൻ പറ്റില്ല. എന്തായാലും പ്രഭാവതി മേഡവും നന്ദനും ചേർന്ന് ആ ഫയൽ മാറ്റിയെങ്കിൽ ദേവികയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും പ്രഭാവതിനെയാണ്. ദേവിക ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് പ്രഭാവതിക്കാണെങ്കിലും ദേവികയെ സമാധാനിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ പ്രഭാവതി ചെയ്തു പോയ തെറ്റോർത്തിട്ട് ദേവികയുടെ അടുത്ത് മിണ്ടാനും പേടിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് പതിയെ പ്രഭാവതി ദേവികയുടെ അടുത്ത് നിന്നിട്ട്, മോളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, മോൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോകരുതെന്ന് പറഞ്ഞു. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട്, ആരാ അമ്മയെ പ്രശ്നം ഉണ്ടാക്കണേ, ഞാനാണോ, പിന്നല്ലാതെ മോളല്ലേ ഇപ്പോൾ ആവശ്യമില്ലാതെ വാശി പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ, ആ ഫയൽ കണ്ടില്ല അതും പറഞ്ഞ് നന്ദനെ കുറ്റക്കാരനാക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പം അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ, ഞാൻ പല പ്രാവശ്യം ചോദിച്ചു ആ ഫയൽ എവിടെയാണ് കൊടുത്തേക്കണേന്ന്, ആ ഫയൽ എടുത്തത് നന്ദന എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല, എന്തായാലും അമ്മയുടെ അറിവോടുകൂടി തന്നെ ആ ഫയൽ ഇവിടുന്ന് പോയേക്കണേ, പെട്ടെന്ന് ആ ഫയൽ എനിക്ക് തിരിച്ചു തരാൻ അമ്മ പറയണം, ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുമ്പം, നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ എന്ന് ചോദിക്കണം. അന്നേരം
ഈ ദേവിക പറയുന്നുണ്ട്, എന്താ പേടിപ്പിച്ച, ഇത്രയും നാൾ ഞാൻ അമ്മയെ പേടിച്ച് നിന്നില്ലേ, ഇനി ഞാൻ അമ്മയെ പേടിച്ച് നിൽക്കുമെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ അമ്മയെ പേടിച്ച് നിന്ന പഴയ ദേവികയല്ല ഞാൻ. എനിക്കിപ്പോൾ ആരെയും പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഇതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത മാർഗം നോക്കുന്നു. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, മോള് ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബം തകർക്കൂട്ടുമെന്ന് പറയുമ്പം ഇനി ഇതിൽ കൂടുതൽ എന്നാ തകരാനുള്ളത്. ഇപ്പം തന്നെ മനസ്സമാധാനമായിട്ട് ഞാൻ ഉറങ്ങിയിട്ട് ദിവസം എത്രയായി. അമ്മയ്ക്കും നന്ദുവിനും അതൊന്നും അറിയണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. എന്തായാലും ഞാനൊരു കാര്യം പറയാം, എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഫയൽ കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കില്ല എന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, ദേവിക നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണെന്ന് ചോദിക്കുമ്പം അതെ, ഇത് ഭീഷണിയായിട്ട് തന്നെ കൂട്ടിക്കോ, ഫയൽ കിട്ടിയില്ലെങ്കിൽ അമ്മയും മോനും ജയിലിൽ പോയി കിടക്കാൻ തയ്യാറായിരിക്കുന്നു. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.